പാലക്കാട് നടന്ന ആൾക്കൂട്ട കൊലപാതകം കേവലം ഒരു വാർത്തയായി വായിച്ച് ഒഴിവാക്കിപ്പോടേണ്ട ഒരു കാര്യമല്ല. ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായൺ വയ്യാറിന്റെ കൊലപാതകം കേവലം ഒരു കൊലപാതകവും മാത്രമല്ല, മലയാളി സമൂഹത്തിന്റെ രാഷ്ട്രീയവും നൈതികവുമായ നിലപാടുകൾ ഒരിക്കൽ കൂടി തുറന്നു കാട്ടിയ സംഭവമാണത്. ഒരു അതിഥി തൊഴിലാളി അദ്ദേഹം ബംഗ്ലാദേശിയാണെന്ന സംശയത്താൽ കോടതി, പോലീസ്, തെളിവ്, നിയമം എല്ലാം മാറ്റിവെച്ച് ഒരു കൂട്ടം തെമ്മാടികൾ നടപ്പാക്കിയ വിധിയും ശിക്ഷയും വധശിക്ഷയുടെയും പൈശാചിക രൂപമാണ് പാലക്കാട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒരു ബംഗ്ലാദേശിയാണെങ്കിൽ കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു മനുഷ്യന്റെ പൗരത്വ സംശയം അവന്റെ ജീവിക്കാനുള്ള അവകാശത്തെ എങ്ങനെയാണ് റദ്ദ് ചെയ്യുന്നത്? റാം നാരായണൻ എന്ന ആ അതിഥി തൊഴിലാളിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവരുടെ എല്ലാം വിശപ്പകറ്റുക എന്ന ഏക ലക്ഷ്യത്തോടെ കേരളത്തിലേക്ക് തൊഴിൽ തേടി വന്ന ഒരു തൊഴിലാളിയാണ് റാം നാരായൺ. ഈ ഒരു യാഥാർത്ഥ്യം പോലും മനസ്സലിവായി മാറിയില്ല എന്നതാണ് ഇതിലെ ക്രൂരമായ കാര്യം. ആൾക്കൂട്ട ആക്രമണം പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാര വിസ്ഫോടനമല്ല, അത് സാമൂഹികമായി വളർത്തിയെടുത്ത ഒരു മനോഭാവത്തിന്റെ ഫലമാണ്. എന്റെ വിഭാഗത്തിൽപ്പെടാത്തവർ, അന്യർ, ബലഹീനർ, തിരിച്ചു തല്ലാത്തവർ, ഇത്തരത്തിലുള്ള ലേബലുകൾ ചാർത്തപ്പെട്ടവരാണ് പലപ്പോഴും ഇത്തരം അക്രമങ്ങളുടെ ഇരകൾ. തിരിച്ചു കിട്ടും എന്ന് തോന്നുന്നവരോട് ഇവരാരും ഏറ്റുമുട്ടില്ല. അവർക്ക് ഭയമാണ്. തിരിച്ചു തല്ലാൻ പാങ്ങില്ല എന്ന് തോന്നുന്നവർക്ക് നേരെ മാത്രമാണ് ഇത്തരം പുഴുക്കുത്തുകൾ, ഇത്തരം ചൊറിക്കുത്തുകൾ നെഞ്ചത്തേക്ക് കയറുന്നത്. ഇന്നത്തെ അക്രമത്തിന്റെ കാരണം ഈ ലേബൽ ബംഗ്ലാദേശി എന്ന സംശയമാണ്. നാളെ ഒരു പക്ഷേ ഇത് മറ്റൊരു പേരാകാം, മറ്റൊരു മതമാകാം, മറ്റൊരു ദേശമാകാം, മറ്റൊരു ശരീരഘടനയുമാവാം. കാരണങ്ങൾ ഇത്തരക്കാർക്ക് പലതാണ്. പല ആളുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ പ്രതിസ്ഥാനത്ത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങളിലെ ചർച്ച? എങ്ങനെയായിരിക്കും നമ്മുടെ സാമൂഹിക പ്രതികരണം? ഇത്തരം ചോദ്യങ്ങളൊക്കെ അനിവാര്യമായി മാറുന്നു. ആൾക്കൂട്ട മർദ്ദനത്തിന് ശേഷം റോഡിൽ മരിച്ചു കിടക്കുന്ന റാം നാരായൺ എന്ന സഹോദരന്റെ ദൃശ്യം നമ്മുടെ എല്ലാം മനസ്സിൽ, അത് കണ്ടവരുടെ എല്ലാം മനസ്സിൽ വലിയ നോവായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. റോഡരികിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ചിത്രം മലയാളി സമൂഹം എത്രത്തോളം നിഷ്ഠൂരന്മാരായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. അമിതമായ അടിയും തൊഴിയും കാരണം ചോര തുപ്പിയാണ് ആ പാവം മനുഷ്യൻ കൊല്ലപ്പെട്ടത്. ഇതൊരു അപകടമല്ല, ക്രൂരതയുടെ ഉദ്ദേശപൂർണമായ ഫലമാണ്. വിശന്നപ്പോൾ അല്പം റൊട്ടി എടുത്തു കഴിച്ചു എന്നൊരു നിസാര കാരണത്തിന് ഒരു കൂതറ പെട്ടിക്കടക്കാരൻ ഒരു പാവം മനുഷ്യനായിരുന്ന മധുവിനെ തല്ലിക്കൊന്നപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ വളരെ ശക്തമായി പ്രതികരിച്ചു. വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ചർച്ചകളും പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അവസരത്തിൽ പോലും എല്ലാ പ്രതികളെയും എല്ലാവരും ഈ വിഷയം ഗൗരവത്തിൽ എടുത്തില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചിലർ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള പ്രതിഷേധമാക്കി മാറ്റി. ചിലർ മൗനം പാലിച്ചു, ചിലർ ന്യായീകരണങ്ങൾ തേടി. മധു ദളിതനായിരുന്നു, അതിരുകടപ്പുകാരനായിരുന്നു, അധികാര രാഷ്ട്രീയത്തിന്റെ പുറത്തു നിൽക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ എല്ലാവർക്കും ഒരേപോലെ ഒരു വേദനയായി മാറിയതേയില്ല. മനുഷ്യാവകാശം എന്നത് എല്ലാ മനുഷ്യരിലും ഒരേപോലെ ഒരേ അളവിൽ ഉള്ളതല്ല എന്നുള്ള ഭീകര യാഥാർത്ഥ്യമാണ് അന്ന് തുറന്നു കാട്ടപ്പെട്ടത്. റാം നാരായണന്റെ ഈ സംഭവത്തിലും മറുവശം അത്ര തന്നെ ഭീതിജനകമാണ്. ഇന്ന് ഈ കേസിൽ മൗനം പാലിക്കുന്നവരുണ്ട്. ഇന്ന് ഈ കേസിൽ രാഷ്ട്രീയ പാർട്ടികളിലും സാമൂഹിക സംഘടനകളിലും സാംസ്കാരിക രംഗത്തും ഏറെ മൗനം പാലിക്കുന്ന ആളുകളുണ്ട്. ഇവരിൽ പലരും മധുവിന്റെ കേസ് കേരളത്തിൽ സംഭവിച്ചപ്പോൾ വാക്കുകൾക്ക് തീ കോരിയിട്ടവരാണ്. അന്ന് പ്രതിഷേധം രാഷ്ട്രീയപരമായി അനുകൂലമായിരുന്നു. ഇന്ന് അവർക്ക് പ്രതികരണം അസൗകര്യമായിരിക്കുന്നു. കൊല്ലപ്പെട്ടത് അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ? വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലപാട് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കും എന്ന ഭയം കൊണ്ടാണോ? ഈ മൗനം അത്തരത്തിലുള്ള ഗുരുതരമായ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. മനുഷ്യാവകാശം എന്നത് സൗകര്യപൂർവ്വം മറക്കാനും സൗകര്യപൂർവ്വം ഓർക്കാനുമുള്ളതാണ് എന്നാണെങ്കിൽ അത് അവകാശമല്ല, കണക്കുകൂട്ടലുകളാണ്, രാഷ്ട്രീയ മുൻവിധികളാണ്. പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ആക്രമണത്തിന്റെ രാഷ്ട്രീയ വേരുകളും പുറത്തു വരുന്നുണ്ട്. BJP RSS പ്രവർത്തകരായ 5 പേർ ഇതിന്റെ കാരണത്താൽ അറസ്റ്റായി എന്ന വാർത്ത ആൾക്കൂട്ട കൊലപാതകം എന്നത് വെറും അപരാധ മനോഭാവം മാത്രമല്ലെന്നും ആശയപരമായി പോഷിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നും സംശയിച്ചു പോകുന്നു. റാം നാരായണനെ ചോദ്യം ചെയ്യുന്ന ആ വീഡിയോ കണ്ടപ്പോൾ
ബംഗ്ലാദേശിയാണോ എന്നുള്ള നിരന്തരമായുള്ള ചോദ്യം. ഈ കൊലപാതകം എങ്ങനെ ഒരു രാഷ്ട്രീയപരമായ സംശയത്തെ ആസ്പദമാക്കി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മധുവിനെ കൊന്ന കൈകളും രാംനാരായണനെ കൊന്ന കൈകളും ഒന്നാകണമെന്നില്ല. പക്ഷെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും, അത് ചെയ്തവരുടെ മനസ്സിനെ നിയന്ത്രിച്ച വികാരം ഒന്ന് തന്നെയാണ്. കൂട്ടം കൂടുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരല്ലാതാകുന്ന ആ മനസ്സ്, കൂട്ടം കൂടുമ്പോൾ നിയമത്തെ മാറ്റിവെച്ച് ശിക്ഷ വിധിക്കാനുള്ള ആ മനസ്സ്. ഇന്നലെ മധു, ഇന്ന് രാംനാരായണൻ, നാളെ ഒരു പക്ഷേ നിങ്ങളാവാം, ഒരു പക്ഷേ ഞാനാവാം, നമ്മളിൽ ആരുമാകാം. ഈ തുടർച്ചകൾക്ക് കാരണം ആൾക്കൂട്ടം മാത്രമല്ല, അതിനെതിരെ ശബ്ദിക്കാതിരിക്കുന്ന നമ്മുടെ മൗനം കൂടിയാണ്. കേരളം സാക്ഷരതയിൽ ഏറെ മുന്നിലാണ്. പക്ഷേ സാക്ഷരത മനുഷ്യത്വമായില്ലെങ്കിൽ അത് വെറും കണക്കുകൾ മാത്രമായി തീരും. നിയമം കയ്യിലെടുക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ തടയാതെ നോക്കി നിൽക്കുന്ന ഒരു സമൂഹം അറിഞ്ഞോ അറിയാതെയോ അടുത്ത ആൾക്കൂട്ട കൊലപാതകത്തിനും സമ്മതം നൽകുകയാണ്. ഒരു പക്ഷേ അട്ടപ്പാടിയിലെ മധുവിനെ മറന്നതാണ് രാംനാരായണന്റെ മരണത്തിന് വഴിവെച്ചത്. ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും മൗനം നാളെ ഒരാളുടെ മരണത്തിനുള്ള കാരണമായി മാറരുത്. മനുഷ്യാവകാശം പറയുമ്പോൾ അത് രാഷ്ട്രീയ, മത, ദേശീയ ഭേദങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യർക്കും തുല്യമായി ബാധകമാകണമെന്നും ഒരു തെറ്റിനെ മറ്റൊരു തെറ്റിലൂടെ മറക്കുകയല്ല വേണ്ടതെന്നും എല്ലാ ക്രൂരതകളും എല്ലാ നിയമം കയ്യിലെടുക്കലും തടയാനും ചോദ്യം ചെയ്യാനും സമൂഹം തയ്യാറാവണമെന്നും ഈ സംഭവം നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പാലക്കാട് നടന്നത് കേവലം ഒരു മരണം മാത്രമല്ല, മലയാളികളുടെ സാമൂഹിക വൈരാഗ്യവും നിലപാടുകളിലെ ഇരട്ടത്താപ്പുമാണ് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. 50 ലക്ഷത്തോളം മലയാളികൾ ലോകത്തുള്ള വിവിധ ഇടങ്ങളിലായി ജീവിക്കാൻ വേണ്ടി പ്രവാസികളായി ജീവിക്കുന്നവരാണ്. അതേ മലയാളികളാണ് ജീവിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്യാൻ വേണ്ടി വന്ന ഒരു സഹോദരനെ തല്ലിക്കൊന്നിരിക്കുന്നത്. എത്രത്തോളം നീചന്മാരാണ് മലയാളികൾ എന്നത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. നമ്മൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.